കേരളത്തിൽ തുടർച്ചയായി പക്ഷിപ്പനി ഉണ്ടാകുന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി സഹമന്ത്രി ജോർജ് കുര്യൻ. അസ്വാഭാവികമായി കാക്കകൾ ചത്തുവീഴുന്നതടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളം കണക്ക് നൽകാത്തതുകൊണ്ടാണ് നഷ്ടപരിഹാരം വൈകുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എന്തായാലും പക്ഷിപ്പനിയിൽ ഒരു വിശദമായ പഠനത്തിന് കേന്ദ്രം തയ്യാറാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നത്. അതായത് എല്ലാ വർഷവും ഒരു കൃത്യം ഇടവേളകളിൽ ഇത് വരുന്നുണ്ട്. ഒപ്പം തന്നെ പതിവിനപ്പുറത്തേക്ക് കാക്കകളും മറ്റും ചത്തു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി കേരളത്തിലെത്തുകയും കർഷകരുടെ അടക്കം അഭിപ്രായം കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു വിശദമായ പഠനത്തിന് തയ്യാറാകുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടാണ് അവരോട് പറഞ്ഞിട്ട് അത് സർട്ടിഫൈ ചെയ്ത് കണക്കെടുക്കണമല്ലോ. ആ പ്രക്രിയ നടക്കുന്നില്ല. അപ്പോൾ അതൊരു ബോധവൽക്കരണം ഉണ്ടായാലേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സർട്ടിഫൈ ചെയ്യണം, ഇത് അവർ ബോധ്യപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബോധവൽക്കരണ പദ്ധതിയും ആ കാര്യത്തിൽ വേണ്ടി വരും. പന്നിപ്പനി പലയിടത്തും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ പന്നിപ്പനി പല ഗ്രാമീണ മേഖലകളിലുമാണ് ഇത് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലയിടത്തും പന്നികൾ ചത്തുവീണാൽ അതിൽ പരിശോധന നടത്താതെ തന്നെ അതിനെ കുഴിച്ചിടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും കൃത്യമായൊരു അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ പക്ഷികൾ ചത്തൊടുങ്ങുന്നതിൽ കൃത്യമായ നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നൊരു പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. പന്നി ഫാമുകൾ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. നമുക്കറിയാമല്ലോ അതിന്റെ ബുദ്ധിമുട്ട്. അതെല്ലാം തന്നെ ഉൾപ്രദേശത്ത് ജനവാസമില്ലാത്ത സ്ഥലങ്ങളിലാണ് അത് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടില്ല. അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ലോകത്ത് ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു രാജ്യത്തും അതിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മറ്റേ ഫ്ലൂവിന് നമുക്കത് സാധിക്കും, ഒരുവിധം കള്ളിങ് നടത്തിക്കഴിഞ്ഞാൽ. ഇതിനു വേണ്ടിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയാണ് അവർ ടീം വന്നത്. ഇതിൻ്റെ കറക്റ്റ് കിട്ടണ്ടേ, യഥാർത്ഥത്തിലുള്ളത് കിട്ടണം. കള്ളിങ് ആണ് അതിൻ്റെ നടക്കുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നത് ഈ പന്നിപ്പനിയുടെ കർഷകർ പോലും പരാതിപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളർത്തു പക്ഷികൾ അടക്കമുള്ളവ നഷ്ടപരിഹാരത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നതിലും പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. എന്തായാലും ഈ മേഖലയിൽ, ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ, കുട്ടനാടൻ മേഖലയിലൊക്കെയുള്ള കർഷകരെ സംബന്ധിച്ച ഒരു പരിധിവരെ അവരുടെ ഒരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കർഷകരും പ്രതീക്ഷിക്കുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.